രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിപ്പിക്കും എന്നതാണ് സൂചന. പെട്രോൾ ഡീസൽ വില ഉടൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിപ്പിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉള്ളത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിപ്പിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ചത്. അതായത് ഈ പെട്രോൾ ഡീസലിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം പരമാവധി കുറയ്ക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ നിർദ്ദേശമായി നൽകിയത്. പരമാവധി യാത്രകൾ ഒഴിവാക്കി, ഈ ഓഫീസിലേക്ക് ആളുകൾ പോകുന്നത് ഒഴിവാക്കി വർക്ക് ഫ്രം ഹോം ആക്കണം. അതുപോലെ തന്നെ യോഗങ്ങളൊക്കെ ഓൺലൈനായി നടത്തണം. അതുപോലെ തന്നെ മെട്രോ, അതുപോലെ തന്നെ പൊതുഗതാഗത സൗകര്യങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി. അതായത് എങ്ങനെയൊക്കെ ഉപഭോഗം നിയന്ത്രിക്കാൻ കഴിയുമോ അതെല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് അതെങ്ങനെയാണോ മുന്നോട്ട് പോയത് അതിൻ്റെ ഒരു ഭാഗികമായ നിയന്ത്രണം ഈ ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ വേണം എന്നുള്ളതായിരുന്നു മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത്. അതിന് പിന്നാലെ ഇന്നലെ ഈ രാജ്യത്ത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇന്ധന പ്രതിസന്ധി നിലവിലില്ല. 2 മാസത്തേക്കുള്ള 60 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യമൊക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഉയർന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണോ എന്നുള്ളൊരു വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരുപക്ഷെ 2-3 ദിവസത്തിനുള്ളിൽ ഈ വില വർധനവ് ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പെട്രോളിനും ഡീസലിനും 5 രൂപ മുതൽ 10 രൂപ വരെയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ കമ്പനികൾ ഇത്തരത്തിൽ തങ്ങളുടെ നഷ്ടം വലുതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ രാജ്യത്തെ ഈ എല്ലാം കൂടി ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയിലേറെ നഷ്ടമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് 1 ലിറ്റർ പെട്രോളിന് 18 രൂപയുടെയും ഡീസലിന് 25 രൂപയുടെയും നഷ്ടമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ എണ്ണ കമ്പനികൾ പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങി ഒരു ഘട്ടത്തിൽ തന്നെ ഈ പെട്രോളിന് വില വർദ്ധിപ്പിക്കണം, ഇത് കനത്ത നഷ്ടത്തിലാണ് വിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കമ്പനികൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഈ എക്സൈസ് തീരുവ അടക്കം കുറച്ച് കമ്പനികൾക്ക് ഒരു ആശ്വാസം നൽകിയിരുന്നു. വില വർദ്ധിപ്പിച്ചില്ല, അതേസമയം വില കുറച്ചില്ല അല്ലെങ്കിൽ കൂട്ടിയില്ല. അതിന് പകരം ഈ എക്സൈസ് തീരുവ ഒഴിവാക്കിക്കൊണ്ടൊരു ആശ്വാസം ആ ഘട്ടത്തിൽ നൽകിയിരുന്നു. എന്നാൽ അത് പോരാ, വില വർദ്ധിപ്പിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് എണ്ണ കമ്പനികൾ ഉള്ളത്. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ ഒരു ഘട്ടത്തിൽ, അതായത് ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള സൂചനയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഈ നിർദ്ദേശങ്ങളിലൂടെ നൽകിയത്. ഒരു കരുതൽ വേണമെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ വില വർദ്ധിപ്പിക്കുന്നതിന്റെ മുന്നോടിയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിമർശനം അല്ലെങ്കിൽ വിലയിരുത്തൽ എന്നൊക്കെ പറയുന്നത്. ഏതായാലും അത് ഉടനെ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് പാചകവാതകവുമായി ബന്ധപ്പെട്ടാണ്. പാചകവാതകത്തിലും ഇത്തരത്തിൽ നഷ്ടം സഹിച്ചുകൊണ്ടാണ് കമ്പനികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് നേരത്തെ കമ്പനികൾ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പാചകവാതകത്തിലും ഒരു 40 മുതൽ 50 രൂപയൊക്കെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കമ്പനികൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും ഇന്ധനവില വർദ്ധിക്കുകയാണെങ്കിൽ, ഇതുവരെയും വാണിജ്യ ആവശ്യത്തിനുള്ള LPGയുടെ വില മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അത് നമുക്കറിയാവുന്ന പോലെ ഒറ്റയടിക്ക് 1000 രൂപയാണ് കഴിഞ്ഞ മാസം വർദ്ധിപ്പിച്ചത്. അത് വലിയ പ്രതിസന്ധി ഹോട്ടൽ മേഖലയിലേക്ക് അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേസമയം ഈ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിനുള്ള വില ഇതുവരെയും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ആ വില ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം ചെറിയ രീതിയിൽ വർദ്ധിപ്പിച്ചത്. ഇനിയും ഒരു 40 രൂപ മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ധനവില വർദ്ധിപ്പിച്ചാൽ ഒരുപക്ഷെ അതിന് പിന്നാലെ തന്നെ ഈ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വിലയും വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നൽകിയ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ സ്വർണത്തിന്റെ ഉപയോഗം
അല്ലെങ്കിൽ സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങുന്നത് കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അത് ഈ വിദേശ നാണ്യ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള പണം പുറത്തേക്ക് ഈ പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പ്രധാനമന്ത്രി ആ നിർദ്ദേശം നൽകിയത്. അതായത് ഈ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി, അപ്പോൾ അതിനുവേണ്ടി ഒരു നടപടി കൂടി ഉണ്ടായേക്കും എന്നുള്ളതാണ്. സ്വർണ്ണ തീരുവ കൂട്ടാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇറക്കുമതി തീരുവ 6% നിന്ന് 10 മുതൽ 12% വരെ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണിപ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കമാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് പരമാവധി ഈ സ്വർണത്തിന്റെ ഉപയോഗം, അല്ലെങ്കിൽ ഈ സ്വർണം വാങ്ങുന്നത് ഈ കാലത്തേക്ക്, ഈ സംഘർഷം അവസാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലത്തേക്ക് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. പരമാവധി വിദേശ നാണ്യം ചെലവഴിക്കുന്നത് പുറത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിപ്പിക്കും എന്നതാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് അടക്കം സന്ദേശം ലഭിക്കുന്നത്. ആന്റണി ജിഷോർജാണ് വിവരങ്ങൾ നൽകിയത്.